ആഹാ, നല്ല ക്രീമി ആയിട്ട് നല്ല ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന സ്പെഗറ്റി. ഇത് ന്യൂഡിൽസ് ആണെന്നാണ് വിചാരിച്ചത്. ന്യൂഡിൽസ് അല്ല, ഇതാണ് സ്പെഗറ്റി. സ്പെഗറ്റി ഒരു ടൈപ്പ് പാസ്തയാണ്. നമ്മുടെ ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള ഒരു ഡിഷാണ് സ്പെഗറ്റി. ഇന്നപ്പോൾ ഒരു അടിപൊളി സ്പെഗറ്റിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിന്നർ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അതിനായിട്ട് നമ്മൾ സ്പെഗറ്റി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, നല്ലോണം ഉപ്പിട്ട് കൊടുക്കുക. നല്ല ഉപ്പുണ്ടാവണം, അപ്പോഴേ നമ്മുടെ സ്പെഗറ്റിയിൽ ഉപ്പ് പിടിക്കുള്ളൂ. സ്പെഗറ്റി ഒരു ടൈപ്പ് പാസ്തയാണ്, നീളത്തിലുള്ളത്. എന്താ പറയുക, സേമിയ പോലത്തെ ഉണ്ടാകും, കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പാണ് സ്പെഗറ്റി. അപ്പോൾ അതിന് വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. അപ്പം മെല്ലെ മെല്ലെ വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് ഇത് അങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ. സ്പെഗറ്റി ഒന്ന് കുക്കാവണം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് കുക്കാവുക തന്നെ വേണം. വെള്ളം തിളച്ച് വന്ന് നന്നായി കുക്കാവണം. ഓവർ കുക്കാവരുത്, പിന്നെ അപ്പം നമ്മുടെ സ്പെഗറ്റിയുടെ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് നൂഡിൽസിനേക്കാൾ കുറച്ചും കൂടി തിക്കാണ് സ്പെഗറ്റി. അതുപോലെ തന്നെ കുറച്ച് ഹെവി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. വേവുന്നതേ ഉള്ളൂ, വേവായിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഒലിവ് ഓയിലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഓവറായിട്ട് കുക്കാവാതിരിക്കാനാണ് ഇങ്ങനെ ഒലിവ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിലിന് പകരം നോർമൽ ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതാ കുക്കായിട്ടുണ്ട്. ഇനി ഇതിനെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ സ്ട്രെയിനറിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇടാം. ഞാനിപ്പോൾ ഇതാ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ചും കൂടി ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്ത് നമ്മളതിനെ ജസ്റ്റ് ഒന്ന് ഇതേമാതിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഓവർ കുക്കാവരുത് സ്പെഗറ്റി, അപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ വിട്ട് വിട്ട് കിടക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ഇരിക്കട്ടെ അവിടെ. ഇനി നമുക്ക് സ്പെഗറ്റിക്ക് ഒരു സോസ് വേണം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനായിട്ടൊരു 3 ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നല്ല കളറ് കിട്ടാനായിട്ട് 3-4 കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓതൻറ്റിക് ആയിട്ടുള്ളൊരു സ്പെഗറ്റി റെസിപ്പി അല്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഈ സ്പെഗറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗാർലിക്ക് നന്നായി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഒരു 4 ടൊമാറ്റോ എടുത്തിട്ട്, അത്യാവശ്യം നന്നായി പഴുത്ത ടൊമാറ്റോ ആണ് വേണ്ടത്. അതിനെ ഒന്ന് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള സൈസ് തന്നെയായിരുന്നു. 3-4 ടൊമാറ്റോ ഇനി എടുത്തിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പെട്ടെന്ന് കുക്കാവാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ ഇതേമാതിരി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഇതൊന്ന് വഴറ്റി ആവട്ടെ, കുക്കാവണം ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്, ക്രീമിനെസ്സിന് വേണ്ടിയിട്ടൊരു 10 കാഷ്യൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വാട്ടർമെലൺ സീഡ്സാണ് ഇട്ട് കൊടുത്തത്, ചാർമഗജ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ടീസ്പൂണോളം ഇട്ടിട്ടുള്ളൂ. ഈ വാട്ടർമെലൺ സീഡ് നിർബന്ധമൊന്നുമില്ല. ലേശം 1 ടീസ്പൂണോളം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ ഈ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ലേശം പഞ്ചസാര മതി. ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ടൊമാറ്റോൻ്റെ പൾപ്പ് മുഴുവൻ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി ഇത് നന്നായി കുക്കാവട്ടെ. കണ്ടോ, അപ്പോൾ ടൊമാറ്റോൻ്റെ പൾപ്പൊക്കെ ഇറങ്ങി നന്നായി ടൊമാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളവും ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ തണുത്ത് വന്നപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി ആയിട്ടുണ്ടാവും ഇത്. ആ ക്രീമിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാഷ്യൂനട്ടും ചാർമഗജും ഒക്കെ വാട്ടർമെലൺ സീഡൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി നമ്മുടെ സ്പെഗറ്റി റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ കുറച്ചുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നമ്മുടെ ഗാർലിക്കിനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗാർലിക്ക് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ പൊതുവേ നമ്മുടെ പാസ്ത സ്പെഗറ്റിയിലൊക്കെ ഉള്ളത് നല്ലതാണ്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒനിയൻ ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഒനിയൻ ഭയങ്കരമായിട്ട് നമ്മുടെ ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പച്ച മണം മാറിയാൽ മാത്രം മതി. അങ്ങനെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഒനിയൻ്റെ ഇതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതൊരു കുറച്ച് മഷ്റൂംസാണ്. മഷ്റൂമിനെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത മഷ്റൂം ആയിരുന്നു. 1 കപ്പോളം മഷ്റൂം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ പലതരം കളറുള്ള ക്യാപ്സിക്കംസ്, ഗ്രീനും യെല്ലോവും റെഡും നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ചെറുതായി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് അതിൽ കിടന്ന് സോട്ടാവട്ടെ. അതായത് നമ്മുടെ ഇതിനൊക്കെ
മഷ്റൂമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഷ്റൂമിൻ്റെ ഒരു ക്രീമിന് ഇത് വരണം നമുക്ക്, അപ്പോഴാണ് ടേസ്റ്റ്. കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് റോസ്മേരിയും കൂടി. റോസ്മേരി ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടാം, അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ആ ഒരു ചെറുതായിട്ടൊന്ന് റോസ്റ്റ് മാതിരി ആവണം. ഇതാ ആയിട്ടുണ്ട് നമ്മുടെ മഷ്റൂമും. അധികം നേരം വേണ്ട, ഒരു 5 മിനിറ്റിൽ താഴെ സമയം മാത്രം ഇങ്ങനെ അടച്ച് വെച്ചാൽ മതിയാവും. ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് അടിയൊക്കെ ഒന്ന് കുക്കായി മാറിണ്ടാവും, ചെറുതായിട്ടൊന്ന് റോസ്റ്റായ ഒരു ഫീലിംഗ് ഉണ്ടാവും. ബട്ടറിൽ റോസ്റ്റായതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറും ആണ്. ഇനി നമുക്കിതിലേക്ക് ആ സോസിനെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള സോസ് ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, നല്ല സോസ്, നല്ല ക്രീമിയാണ്, ടേസ്റ്റിയുമായിരിക്കും. അപ്പം ഇതിപ്പം നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റിലേക്ക് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവൊക്കെ നമ്മുടെ ഈ സോസിനുണ്ടാവും. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കുറച്ചും കൂടി ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് വാട്ടറി ആവരുത് നമ്മുടെ സോസ്, കാരണം സ്പഗറ്റിയിലൊക്കെ നന്നായി കോട്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസൊക്കെ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ മൊസറല്ല ചീസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പഗറ്റി കുറച്ചും കൂടി ഒന്ന് ക്രീമിയും ചീസിയുമായിരിക്കും. അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പഗറ്റി കുറച്ചായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് സാധാരണമാതിരി മിക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു ടോങ്ക് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ 2 ചട്ടുക എടുത്തിട്ട് അങ്ങനെ പിടിച്ച് മിക്സ് ചെയ്യാം. ഇത് കുറച്ചായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സോസ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല എല്ലാ ഭാഗവും നല്ല ഭംഗിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട്, നല്ലൊരു ക്രീമിനെസ്സും ഒക്കെ ആയിട്ട്. കുറച്ച് മൊസറല്ല ചീസും കൂടി മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഞാൻ ഇരിക്കട്ടെ. അപ്പോൾ ആ ചീസൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ആ ചീസും കൂടി അതിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റ്. നല്ല ഫില്ലിംഗ് ആണ് ഈ സ്പഗറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ. നല്ല ചുടാന്നുള്ള സ്പഗറ്റി ഇതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം, ഒരു വെറൈറ്റി ഡിന്നർ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ സ്പഗറ്റി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുമല്ലേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.